ഹലോ, ഇന്നത്തെ വീഡിയോ ബട്ടർഫ്ലൈ പാറ്റേൺ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ 5 എന്നുള്ള റോ നമ്പർ വരെ നമുക്ക് നോർമൽ ട്രയാങ്കിളും അത് കഴിഞ്ഞ് ഇൻവേർട്ടഡ് ട്രയാങ്കിളാണ്. അതുപോലെ നെക്സ്റ്റ് സൈഡ് ആയാലും നോർമൽ ട്രയാങ്കിൾ പിന്നെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 4 ഫോർ ലൂപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും സ്പേസ് കോംപ്ലക്സിറ്റിയോട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് 5 ആണെന്നുണ്ടെങ്കിൽ 9 റോസും 9 കോളമാണ് വരിക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n = 5 എന്നുള്ളത് ഇൻപുട്ട് നമ്പറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ n × 2 - 1, അതായത് 5 × 2 - 1 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. 5 × 2 10, 10 - 1 = 9. അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതിപ്പോൾ നോർമലായി നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ഇൻപുട്ടിന് കൗണ്ട് ഇപ്പോൾ 9 എടുക്കും, അതുപോലെ തന്നെ അങ്ങനെ എടുക്കുക ചെയ്യാറുള്ളത്. അത് നമുക്ക് 4 ഫോർ ലൂപ്പ് വേണം. അപ്പോൾ നമ്മളിവിടെ 2 ഫോർ ലൂപ്പ് വെച്ച് ചെയ്യണം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് n = 5, n × 2 - 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഏത് ഇൻപുട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 5 എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 × 2 എടുക്കാം. അപ്പോൾ 3 ആണെങ്കിൽ 3 × 2 - 1 ദാറ്റ്സ് ഈക്വൽ ടു 6 - 1 = 5. അപ്പോൾ 5 റോസും 5 കോളംസാണ് ഉണ്ടാവുക, ഇതുപോലൊരു പാറ്റേൺ. അപ്പോൾ ഞാൻ ഇവിടെ 5 എടുത്തിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ക്ലാസ് ഇപ്പോൾ ജാവ എടുത്തിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ക്ലാസ് ആദ്യം എടുത്തു. അതിനുശേഷം മെയിൻ മെത്തേഡിനകത്ത് n = 5 എന്നുള്ളത് നമ്മുടെ ഇൻപുട്ട് കൗണ്ടാണ്. n = 5. ഇത്ര റോസും കോളംസ് ഉണ്ടാവും, 9 റോസും 9 കോളംസും. സ്റ്റാർട്ട് = 1, n = n × 2 - 1. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം, ഈ വേരിയബിൾ. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് 2 ഫോർ ലൂപ്പ് ഉള്ളത്. ഒരു ഫോർ ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? റോന് കൗണ്ട് ചെയ്യേണ്ട. അതിനെ ഡിനോട്ട് ചെയ്യണ വേരിയബിളാണ് i, കോളത്തിന് ജെയും. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരെ ഐട്രേറ്റ് ചെയ്യും? i < n × 2 - 1. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ n എന്നുള്ളത് നമ്മൾ ഇൻപുട്ട് കൗണ്ട്, അതായത് 5 × 2 - 1 = 9. അപ്പോൾ 9 ടൈംസ് നമുക്ക് റോസ് ഐട്രേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ 9 ടൈംസ് നമുക്ക് കോളം ഐട്രേറ്റ് ചെയ്യണം. രണ്ടായിട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് i = 1, j = 1 ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എപ്പോഴാണ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം, എപ്പോഴാണ് സ്പേസ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലെത്തി, നമ്മൾ ഫസ്റ്റ് കോളത്തിലെത്തി. j = 1 ആണ്, ഫസ്റ്റ് കോളത്തിലെത്തി. അപ്പോൾ നമുക്ക് എപ്പോൾ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം, അതിനായിട്ട് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടും എൻഡ് എന്നുള്ള വേരിയബിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഫ് j < സ്റ്റാർട്ട് ആണെങ്കിൽ, j എന്നുള്ളത് എന്താ? കോളം കൗണ്ട് ആണല്ലോ. j = ഇപ്പോൾ എന്താണ്? 1 ആണ്. അപ്പോൾ 1 < സ്റ്റാർട്ട് ആണോ നോക്കുക. സ്റ്റാർട്ട് എന്നുള്ളത് എന്താ? 1 ആണ് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 = 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യാം? സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സ്റ്റാർ? ഇവിടെ സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. എൽസ് ഓർ കണ്ടീഷൻ ഉണ്ട്, j > end ആണോ എന്ന്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഓരോ റോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഓരോ റോസിലും അതിൻ്റെ കൗണ്ട് അനുസരിച്ച് സ്റ്റാർട്ടിലും എൻഡിലും സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൗണ്ട് അനുസരിച്ച്, റോഡ് കൗണ്ട് അനുസരിച്ച്. ഇപ്പോൾ 2 എടുത്താൽ അറിയാൻ പറ്റും, അത്രയും തന്നെ സ്റ്റാർട്ടിലും എൻഡിലും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 3 ആണെങ്കിൽ സ്റ്റാർട്ടിൽ 3 ഉണ്ട്, എൻഡിൽ 3 ഉണ്ട്, ബാക്കിയുള്ളിടത്ത് സ്പേസ് ആണ്. അപ്പോൾ അത് നമ്മൾ കോഡിൽ എഴുതുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യണത്. അതായത് ഈ കോളം കൗണ്ട്, റോ കോളം ഇട്ടോ. അപ്പോൾ കോളം കൗണ്ട് ഈസ് സ്റ്റാർട്ട് ആണോ നോക്കുക, അതായത് <= സ്റ്റാർട്ട് ആണോ നോക്കുക. അപ്പോൾ കോളം എന്നുള്ളത് 1 ആണ്. അപ്പോൾ 1 = സ്റ്റാർട്ട് ആണോ? സ്റ്റാർട്ട് = 1 ആണ് ഇപ്പം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കോഡിൽ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനിത് ജാവയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നമ്മൾ കൊടുത്ത് അതിനുശേഷം മെയിൻ മെത്തേഡിനകത്ത് n = 5 കൊടുത്ത് എന്നുള്ളത് നമ്മൾ ഇൻപുട്ടിൻ്റെ കൗണ്ട് n = 5 വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള വേരിയബിളുണ്ട്, n എന്നുള്ള വേരിയബിളുണ്ട്. ഇത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. നെക്സ്റ്റ് നമുക്ക് 2 ഫോർ ലൂപ്പ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫോർ ലൂപ്പ് റോസിന് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കോളത്തിന് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ i എന്ന് ഡിനോട്ട് ചെയ്യണത് റോസിൻ്റെതും j എന്ന് ഡിനോട്ട് ചെയ്യണത് കോളത്തിൻ്റെയാണ്. അപ്പം എത്ര വരെ അത് ഐട്രേറ്റ് ചെയ്യും? n × 2 - 1. n × 2 - 1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ 9 ടൈംസ് റോസിനും കൗണ്ട് ചെയ്യണം, 9 ടൈംസ് നമുക്ക് കോളത്തിനും കൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് n × 2 - 1 എന്ന് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്ത് എപ്പോഴാണ് നമുക്ക് സ്റ്റാറിന് പ്രിൻറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമുക്ക് സ്പേസിന് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടി ഒരു കണ്ടീഷൻ എഴുതാണ്.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് റോയിൽ എത്ര സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റാർട്ടിൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻഡിലും ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത്. സെക്കൻഡ് ആണെങ്കിലോ സ്റ്റാർട്ടിൽ 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻഡിൽ 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് ആണെങ്കിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്, ബാക്കിയെല്ലാം അങ്ങനെയാണ്. 5 വരെ അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റോസിൻ്റെ കൗണ്ടിനനുസരിച്ചാണ് നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം, സ്റ്റാർട്ടിലും എൻഡിനും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് 1 ആക്കി വെച്ചത്. ഓക്കെ, എൻഡ് എന്നുള്ള മാക്സിമം ആണല്ലോ, അപ്പോൾ n × 2 - 1, അതായത് 9ൽ നിൽക്കും. എൻഡ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ കറൻ്റ്ലി 9 ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമുക്ക് സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതായത് കോളത്തിൻ്റെ കൗണ്ട് j ≤ സ്റ്റാറിൻ്റെ കൗണ്ടാണോ. സ്റ്റാർ ഇപ്പോൾ 1 ആണ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ j = 1ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 = 1 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ഒരു സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഓർ കണ്ടീഷൻ ഉണ്ട്, അതായത് ഓർ കണ്ടീഷനിൽ j ≥ 9 ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ലാസ്റ്റിൽ എൻഡിൽ സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി j = 1 ആണ്, 1 ≥ 9 ആണോ, n = 9 ആണ് ഇവിടെ. അപ്പോൾ 1 ≥ 9 അല്ല. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ ഒരു കേസ് j = 1 ആകുമ്പോൾ ഒരു കേസ് ട്രൂ ആയതുകൊണ്ട് നമുക്കിവിടെ സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്ത് j = 2 ആയി. അപ്പോൾ j = 2, ഇപ്പോൾ സ്റ്റാർട്ട് 1 തന്നെയാണ്, അത് മാറിയിട്ടില്ല. അപ്പോൾ 2 ≤ 1 ആണോ, അല്ല. ഇവിടെ നോക്കി 2 ≥ 9 ആണോ, അല്ല. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ഫോൾസായി. അപ്പോൾ നമ്മൾ എൽസ് കണ്ടീഷനിലോട്ട് വന്നിട്ട് സ്പേസിനെ പ്രിൻറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് സ്റ്റാറിന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റി, സെക്കൻഡ് കോളത്തിയപ്പം കണ്ടീഷൻ ഫോൾസായി എൽസ് കേസിലോട്ടാണ് വന്നത്, സ്പേസിനെ പ്രിൻറ്റ് ചെയ്ത്. തേർഡ് എത്തുമ്പോൾ സെയിം ആണ്, 3 ≤ 1 ആണോ, അല്ല. 3 ≥ 9 ആണോ, അല്ല. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആവില്ല. അതിനുശേഷം എൽസ് എന്നുള്ള കണ്ടീഷനാണ് വർക്കാവുക. സ്പേസ് അവിടെ പ്രിൻറ്റ് ചെയ്യും 3 എന്നുള്ള കോളത്തിൽ. 4 വരും, 5 വരും, ലാസ്റ്റ് 9 എത്തുമ്പോൾ 9 ≥ 9 ആണോ, ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് റോയിലോട്ട് കടക്കണം. നെക്സ്റ്റ് റോയിലോട്ട് കടക്കുമ്പോൾ ഈ സ്റ്റാർ എന്നുള്ള വേരിയബിൾ റോയുടെ കൗണ്ട് അനുസരിച്ച് കൂടണമല്ലോ. അപ്പോൾ അതിനായിട്ട് സ്റ്റാർ എന്നുള്ള വേരിയബിൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് റോയിലെത്ത് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എൻഡ് എന്നുള്ള വേരിയബിൾ എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് ചെയ്യണം. റോഡ് കൗണ്ട് അനുസരിച്ച് എൻഡ് എന്നുള്ള വേരിയബിൾ ഡിക്രിമെൻറ്റ് ചെയ്താലേ നമുക്ക് ഇവിടെ 2 സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ റോഡ് കൗണ്ടിന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻഡ് എന്നുള്ള വേരിയബിൾ ഡിക്രിമെൻറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റോയിലെത്തുമ്പോൾ അതിനൊപ്പം സ്പേസ് പ്രിൻറ്റ് ചെയ്താലേ നെക്സ്റ്റ് ലൈനിലോട്ട് ആവുള്ളൂ. എല്ലാം കൊടുത്തു ഇവിടെ, ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാം കൊടുക്കരുത്. അതായത് ഇത് ഒരു റോസിൽ സെയിം ലൈനിൽ വരേണ്ടതാണ്. അപ്പം ന്യൂ ലൈനിലോട്ട് കടക്കാൻ പാടില്ല. ഇവിടെ ന്യൂ ലൈനിലോട്ട് കടക്കുമ്പോൾ, അതായത് ജെയുടെ ബ്രേസ് ക്ലോസ് ചെയ്തേ പിന്നെയാണ് നമുക്ക് എല്ലാം കൊടുക്കേണ്ടതും സ്റ്റാർട്ടിനെയും എൻഡിനെയും ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം i = 2 ആയി. ഇപ്പോൾ സ്റ്റാർട്ട് എന്തായി, ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്തേ പിന്നെ 2 ആയിട്ടുണ്ട് അതല്ലേ. അപ്പോൾ i = 2 ആണ്, സ്റ്റാർട്ട് 2 ആണ്. j = 1ലോട്ട് കടന്ന് j <= സ്റ്റാർട്ടാണോ, 1 <= 2 ആണോ, ലെസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെക്കൻഡ് കോളത്തിൽ ഇവിടെ ഒരു സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്ത് j ഇൻക്രിമെൻറ്റ് ചെയ്ത് അപ്പോൾ 2 ആയി മാറി. 2 <= സ്റ്റാർട്ടാണോ, യെസ്. 2 = 2 ആണല്ലോ. അപ്പം നമുക്കിവിടെ പിന്നെയും ഒരു സ്റ്റാറിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് j ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. 3 <= 2 ആണോ, 3 ലെസ് അല്ലല്ലോ 2നേക്കാളും. അപ്പം എന്ത് ചെയ്യണം, എൽസ് കണ്ടീഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. സ്പേസ് 3 എന്നുള്ള കോളത്തിൻ്റെ അവിടെ പ്രിൻറ്റ് ചെയ്ത് സ്പേസ് പ്രിൻറ്റ് ചെയ്ത് 4 അങ്ങനെ തന്നെയാണ് വരിക. 5 എല്ലാ കേസും ഫോൾസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് 8 എന്നുള്ള കണ്ടീഷനിലെത്തും. 8 എന്നുള്ള കൗണ്ടിലോട്ട് എത്തി j. അപ്പോൾ j 8 > എൻഡ് ആണോ നോക്കാം. എൻഡ് എന്നുള്ളത് ഇപ്പോൾ എന്താണ്, ആദ്യം 9 ആയിരുന്നു, അത് നെക്സ്റ്റ് i കഴിഞ്ഞ പിന്നെ, അതായത് ഒരു റോ കഴിഞ്ഞ പിന്നെ അത് ഡിക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് 8 ആയി മാറി. അപ്പോൾ 8 > 8 ആണ്, ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാറിന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റാറിന് പ്രിൻറ്റ് ചെയ്ത് ഇനി 9 j എന്തായി 9 ആയി മാറി. അപ്പം 9 > 8 ആണോ, യെസ്. അപ്പോൾ എന്തായി, സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് ഇവിടെ എത്തി. നെക്സ്റ്റ് ഐയിലോട്ട് എത്തി, അതായത് i ഇൻക്രിമെൻറ്റ് ചെയ്ത്
അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാർട്ടും മാറും എൻഡും മാറും. ഈ കണ്ടീഷൻ ട്രൂ ആവാം നമുക്ക് ആ റോ ഈസ് ഈക്വൽ ടു 5 എന്നുള്ള കേസ് വരെയാണ്. ഇത് കഴിഞ്ഞ് അത് നോക്ക്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം, ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കവിടെ കണ്ടീഷൻ നോക്കണം. അതിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ സ്റ്റാർട്ടും എൻഡും ചേഞ്ച് ആവേണ്ടത്. അതായത് ഐ ലെസ് ദാൻ എൻ ആണ് നോക്കുക. ഐ എന്നുള്ളത് റോഡ് കൗണ്ട്, ആ റോഡ് കൗണ്ട് ലെസ് ദാൻ എൻ ആണെങ്കിൽ, എന്നുള്ളത് 5 ആണല്ലോ നമ്മൾ ഇൻപുട്ട്, അതിനും ചെറുതാണെങ്കിൽ മാത്രമാണ് ഇവിടെ സ്റ്റാർട്ടിനെയും എൻഡിനെയും ചേഞ്ച് ആക്കേണ്ടത്. അത് സ്റ്റാർട്ടിനെ ഇൻക്രീസ് ചെയ്യുക, എൻഡിനെ ഡിക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സ്റ്റാർട്ടിനും എൻഡിനെയും കൊടുക്കേണ്ടത്. നമ്മുടെ കണ്ടീഷൻ എഴുതാണ്, ഇഫ് റോഡ് അക്കൗണ്ട്, അതായത് ഐ ആണ് നമ്മൾ റോഡ് അക്കൗണ്ട് തന്നെ. ഐ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഐ ക്ലോസ് ചെയ്യുള്ളൂ. ഐ ലെസ് ദാൻ എൻ ആണോ നോക്ക്, അതായത് ഇൻപുട്ട് ആണെങ്കിൽ മാത്രം ഈ കേസ് എക്സിക്യൂട്ട് ചെയ്യണം. എൽസ് കേസിൽ എന്ത് കൊടുക്കണം, ഇതിന് ഓപ്പോസിറ്റ്, അതായത് സ്റ്റാർട്ടിന് ഡിക്രിമെൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻഡിനെ ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐയുടെ ലൂപ്പ് ക്ലോസ് ചെയ്യണത്. ഇത് മെത്തേഡിൻ്റെ, ഇത് ക്ലാസ്സിൻ്റെ ലൂപ്പ്. മനസ്സിലായപ്പോൾ ആ കണ്ടീഷൻ നോക്കി വെക്കാം. നമുക്കിപ്പോൾ ഐ ലെസ് ദാൻ എൻ ആണെങ്കിൽ മാത്രം കണ്ടീഷൻ. ഇപ്പോൾ ഐ എന്നുള്ളത് ഇപ്പോൾ എന്തായി, റോഡ് കൗണ്ട് 6 ആയെന്ന് വെച്ചോ, 6 ലെസ് ദാൻ എൻ എന്നുള്ളത് 5. അപ്പോൾ 6 ലെസ് ദാൻ 5 ആണോ, അല്ല. അപ്പോൾ അവിടെ എന്തായി മാറും, സ്റ്റാർട്ടിനെ ഡിക്രിമെൻ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ഇപ്പോൾ ഇവിടെ എന്തായി നിൽക്കുന്നുണ്ടാവും, 5 ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് കണ്ടീഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്.